താൻ ജീവിക്കുന്ന ചുറ്റുപാടിനോടും താൻ ഉൾപ്പെടുന്ന സമൂഹത്തോടും കൃത്യമായ ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം ഒരു കലാകാരനെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യത്യസ്തയായ ചിത്രകാരിയെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂർ സ്വദേശിനിയായ ശ്രേയ സാജൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഓരോന്നും കാണേണ്ടത് തന്നെയാണ്. കണ്ണുകളടച്ച് ശാന്തമായി പുഞ്ചിരിക്കുന്ന ബുദ്ധൻ, രൗദ്രഭാവത്തിൽ തെയ്യക്കോലങ്ങൾ, പ്രണയത്തിന്റെയും ഭക്തിയുടെയും നിർമ്മല മനോഹര ഭാവത്തിൽ അലിയുന്ന രാധാമാധവം. ഇങ്ങനെ വിവിധ ഭാവങ്ങൾ അതിനെ പൂർണ്ണ അർത്ഥതലത്തിൽ പല വർണ്ണങ്ങളിൽ ക്യാൻവാസിൽ പകർത്തി വിസ്മയിപ്പിക്കുകയാണ് ഈ മിടുക്കി. ദുബായിൽ സ്ഥിരതാമസമായ കണ്ണൂർ സ്വദേശിനി ശ്രേയ സാജൻ ഇന്ന് പ്രവാസ ലോകത്ത് ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അങ്ങ് ലൂവ്ർ മ്യൂസിയത്തിൽ വരെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം നിറങ്ങളിൽ ചാലിച്ച് അവതരിപ്പിച്ച് മലയാളിക്ക് അഭിമാനമാവുകയാണ്. കുഞ്ഞുനാളിൽ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന കുഞ്ഞു ബ്രഷ് നിറങ്ങളിൽ മുക്കി വരച്ച് തുടങ്ങിയതാണ് ശ്രേയ. പിന്നീട് നിറങ്ങളുടെ ലോകമായിരുന്നു ശ്രേയയെ മുന്നോട്ട് നയിച്ചത്. കാണുന്ന കാഴ്ചകളെല്ലാം ക്യാൻവാസിൽ മനോഹര ചിത്രങ്ങളായി പുഞ്ചിരി വിടർത്തി നിന്നു. എൻ്റെ ചുറ്റും കാണുന്ന പലതും ഞാൻ കൂടുതൽ ഡീപ്പർ മീനിങ്ങിൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പോർട്രേറ്റ്സ് ചെയ്യും, ലാൻഡ്സ്കേപ്സ് ചെയ്യും, ഫിഗേഴ്സ്, കളേഴ്സ്, ഇതെല്ലാം എൻ്റെ ഭയങ്കരമായി ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ്, ദേ ഓൾ ഇൻസ്പയർ മീ. ബട്ട് മെയിൻലി എനിക്ക് ഏറ്റവും ഇഷ്ടം കളേഴ്സാണ്. ഇതാണ് ഞാൻ ചെറുപ്പത്തിലേ എക്സ്പ്ലോർ ചെയ്യുന്നത്, അബ്സ്ട്രാക്റ്റ് കളേഴ്സ് ബട്ട് ഫോർ റിയലിസ്റ്റിക് തിങ്സ്. ഫോർ എക്സാമ്പിൾ പക്ഷേ ആൾക്കാർക്ക് ബ്രൈറ്റ് കളേഴ്സും ഇതാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ അധികം പെയിൻറ്റ് ചെയ്യാറും. പതിയെ പതിയെയാണ് കലയിലൂടെ തനിക്ക് ലോകത്തിനോട് പറയാനുള്ളത് പറയണമെന്നും അതാണ് കലാകാരന്റെ ധർമ്മമെന്നും ശ്രേയ മനസ്സിലാക്കി തുടങ്ങിയത്. യുദ്ധവും അക്രമവും നിറഞ്ഞ ലോകത്ത് തന്റെ ബ്രഷ് ചലിക്കുന്നത് സമാധാനത്തിന്റെ വലിയ സന്ദേശം നൽകാനായിരിക്കണമെന്ന് ശ്രേയ ഉറപ്പിച്ചു. ആദ്യം വരച്ച ചിത്രങ്ങളിൽ ബുദ്ധനായിരുന്നു മുഴുവൻ. ബുദ്ധന്റെ വിവിധ ഭാവങ്ങൾ പല നിറങ്ങളിൽ ചിത്രങ്ങളായി നിറഞ്ഞു. കരുണയും സമാധാനവും ആനന്ദവും പരമമായ സ്വാതന്ത്ര്യവുമെല്ലാം കൂടിച്ചേർന്ന വിസ്മയ ചിത്രങ്ങൾ. വേൾഡ് മൊത്തം ഓൾവേസ് ഇഷ്യൂസ്, റൈറ്റ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഏറ്റവും അധികം വേണ്ടത് പീസ് ആണ്. അത് നമ്മളെ കൾച്ചറും വളരെയധികം കാണിക്കുന്നത് പീസ്, ലവ്, സമാധാനമായിട്ടുള്ള ഒരു ഇതാണ്. അതുകൂടാണ്ട് എനിക്ക് ചെറുപ്പത്തിലെ ബുദ്ധൻ്റെ പീസ്ഫുൾ മെസ്സേജസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാം സമാധാനമായി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ കുറേ ബുദ്ധൻ്റെ പെയിൻറ്റിങ്സ് ചെയ്തു. ബിക്കോസ് അറ്റ് ദ ടൈം അതാണ് എന്നെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്തത്. അതുകൂടാണ്ട് അതിന് ആൾക്കാർക്കും ഒരു റെസണൻസ് ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് അത് കാണുമ്പം ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീസ്. അതായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ കുറേ ബുദ്ധൻ്റെ പീസുകൾ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്
ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്, ഒരു സമാധാനമുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ലോകം. നിറങ്ങളുടെ തിരഞ്ഞെടുപ്പിലടക്കം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഈ കലാകാരി എന്നും ശ്രമിക്കാറുണ്ട്. ഏതൊരു കലാസൃഷ്ടിയും നിഷ്കളങ്ക സ്നേഹത്തിന്റെ വിളംബരമാണ് നൽകേണ്ടതെന്നാണ് ശ്രേയയുടെ പക്ഷം. കുഞ്ഞുങ്ങളുടെ തെളിഞ്ഞ മനസ്സുപോലെ എന്നും സന്തോഷ നിമിഷങ്ങൾ മാത്രമുള്ള, ആരോടും ശത്രുതയും വിരോധവുമില്ലാതെ എല്ലാ മനുഷ്യരും പരസ്പരം എന്നും ചേർത്ത് പിടിച്ചെങ്കിൽ ഈ ലോകം പ്രശ്നങ്ങളില്ലാതെ എത്ര സമാധാനമായി ചലിക്കുന്നതായേനെ എന്നും തന്റെ ചിത്രങ്ങളിൽ അത്തരം നിഷ്കളങ്കമായ സ്നേഹമാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും ശ്രേയ പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വളരെ ചെറുപ്പകാലത്ത് ലോകം വളരെ കളർഫുൾ ആയിട്ടായിരുന്നു കണ്ടത്. അതാണ് ഞാൻ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ഐ എം ട്രൈങ് ടു ട്രാൻസ്പോർട്ട് യു ഇൻ ടു എ ഡിഫറെൻറ്റ് വേൾഡ് ആൻഡ് ടു സീ ദ ഫ്രഷ് കളേഴ്സ് ഓഫ് ദ വേൾഡ്. കുട്ടികളുടെ മനസ്സിലുള്ള ഇന്നസെൻസും പീസും, നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നത്തിങ് റിയലി ഹേർട്ട്സ് ദം, ദേ ഡോണ്ട് റിയലി കെയർ. അവരെപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു നേച്ചറാണ് അധിക കുട്ടികളും. അപ്പോൾ അതാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ബട്ട് ആസ് വി ഗ്രോ അപ്പ് വി സ്ലോലി ഇറ്റ് ഫീൽസ് ലൈക്ക് ദ കളേഴ്സ് ഗെറ്റ് സ്ലൈറ്റ്ലി ഡിം. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ്ങിലൂടെ ഞാൻ കളേഴ്സ് ബട്ട് ഓൾസോ പീസ്, ലവ് ആൻഡ് അവർ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, ഇതാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. രാധാമാധവ ചിത്രങ്ങളിൽ പ്രണയത്തിന്റെ മനോഹാരിതയിൽ ചുറ്റുമുള്ള ലോകം അലിഞ്ഞില്ലാതാകുന്നത് കണ്ടറിയാം. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള നന്മയുടെയും ശാന്തിയുടെയും സന്ദേശങ്ങളും ശ്രേയ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഉജ്ജയിനിയിൽ നടന്ന G20 ഉച്ചകോടിയിലായിരുന്നു ശ്രേയയുടെ ആദ്യ ചിത്ര പ്രദർശനം നടന്നത്. പിന്നീട് ഇതിനോടകം അനേകം പ്രദർശനങ്ങൾ വേറെയും. അതിനിടെ നിറങ്ങളുടെ ലോകം ദുബായിൽ സമ്മേളിക്കുന്ന വേൾഡ് ആർട്ട് എന്ന വ്യത്യസ്തമായ പ്രദർശനത്തിൽ ശ്രേയ പങ്കെടുത്തു. അന്ന് പ്രദർശിപ്പിച്ച ശ്രേയയുടെ ചിത്രങ്ങൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു. തുടർന്ന് അധികം ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ആ വലിയ നേട്ടം ശ്രേയയെ തേടിയെത്തി. ഫ്രാൻസിലെ സാക്ഷാൽ ലൂവ്ർ മ്യൂസിയത്തിൽ ആർട്ട് ഷോപ്പിംഗ് എന്ന ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം. അന്നവിടെ തന്റെ നാട് ലോകത്തോട് വിളിച്ചു പറയുന്ന സ്നേഹത്തിന്റെ വലിയ കാഴ്ചകൾ ക്യാൻവാസിലൂടെ ലോകത്തിന് മുന്നിൽ ശ്രേയ പ്രദർശിപ്പിച്ചു. അന്ന് താൻ അനുഭവിച്ചറിഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണെന്ന് ശ്രേയ പറയുന്നു. ഒപ്പം മകൾ പിറന്ന നാടിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാണുന്നതിലെ അഭിമാനം മാതാപിതാക്കൾക്കും. ഒരു മ്യൂസിയത്തിൽ ആക്ച്വലി ഇവിടെ ദുബായ് വേൾഡ് ആർട്ട് എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ആദ്യം ഇവിടെ വേൾഡ് ആർട്ടിൽ പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലൂർ മ്യൂസിയത്തിൽ നിന്ന് അവർ ഇൻവിറ്റേഷൻ അയച്ചു. അങ്ങനെയാണ് നമ്മൾ ലൂർ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ സ്റ്റൈലും കണ്ടപ്പോൾ അവർക്കൊരു പുതുമ തോന്നി. വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ ഇന്ത്യൻ സ്റ്റൈലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വലിയൊരു അഭിമാനം തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബൂത്തായിട്ട് ഇന്ത്യൻ ബൂത്ത് ഒരേ ഒരു ബൂത്തേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൊത്തം ലിസ്റ്റിൽ അവരെ എക്സിബിഷൻ ലിസ്റ്റിനകത്ത് ഒരേ ഒരു ഇന്ത്യൻ ബൂത്ത് മാത്രമേ ഉള്ളൂ. അത് ശ്രേയൻ്റെ ആയിരുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ശ്രേയയുടെ ചിത്രങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. അതോടൊപ്പം വീണ്ടും ഒരു പ്രദർശനത്തിനായി പാരീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇന്ന് ശ്രേയ. ശ്രേയയുടെ ചിത്രങ്ങളിലൂടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകമെങ്ങും പരക്കട്ടെ.